കപ്പംവെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാജ്യം ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്തതും എന്നാൽ മറക്കാൻ പാടില്ലാത്തതുമായ ഒരു ദിവസമാണ് ഏപ്രിൽ 22, 2025. ആ സാഹചര്യത്തെ പറ്റി നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിന് മറുപടി നൽകേണ്ടത് സൈന്യവും പ്രതിരോധ വകുപ്പും ഒന്നുമല്ല, ആഭ്യന്തര വകുപ്പും അമിത്ഷായുമാണ്. ഒരു പ്രവചനം പോലെ ആ വീഡിയോ വന്നതിന് ശേഷം 25ഓളം ഭീകരന്മാരുടെ വീടുകൾ കാശ്മീരിൽ ബോംബ് വെച്ച് സർക്കാർ തകർക്കുകയുണ്ടായി. ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ട കാര്യമാണ് അവർ ചെയ്തതെന്നാണ് നമ്മുടെയൊക്കെ ഉറച്ച വിശ്വാസം. അതിനെപ്പറ്റി ശ്രീ അമിത്ഷാ, രാജ്യത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ പ്രസംഗത്തിന്റെ സംപ്രേഷണവും അതിന്റെ തർജ്ജമയും ഞാൻ നിങ്ങൾക്കായി നൽകുന്നു. ശ്രീ അമിത്ഷായുടെ വാക്കുകളിൽ നിന്ന്. मैं आज उन सभी आतंक की भेंट चढ़ने वाले हमारे नागरिकों को, उनके परिवारजनों को कहना चाहता हूं, एक क्षति सिर्फ आपकी क्षति नहीं है, आपके जितना ही दर्द देश के हर नागरिक के दिल में है, हर नागरिक इतना ही दुख का अभिव्यक्ति करना चाहता है. ഞാൻ ഭീകരാക്രമണത്തിന് ഇരയായ വ്യക്തികളുടെ കുടുംബത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നിങ്ങൾക്കുണ്ടായ നഷ്ടവും കഷ്ടവും വേദനയും നിങ്ങളുടേത് മാത്രമല്ല, രാജ്യത്തെ ഓരോ പൗരന്റെയുമാണ്. और मैं आज पूरे देश की जनता को यह बताना चाहता हूं कि 90 के दशक से कश्मीर में जो आतंकवाद चला रहे हैं, उनके खिलाफ हमारे प्रधानमंत्री नरेंद्र मोदी जी का जीरो टॉलरेंस का नीति है. രാജ്യത്തെ ഓരോ വ്യക്തിയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 90കളിൽ മുതൽ കാശ്മീരിൽ ഭീകരവാദം പടർത്താൻ ശ്രമിക്കുന്നവരോട് നരേന്ദ്രമോദി സർക്കാരിനുള്ളത് സീറോ ടോളറൻസ് നയമാണ്. हम मजबूती के साथ अपनी लड़ाई लड़े हैं. നമ്മൾ സർവശക്തിയും ഉപയോഗിച്ച് നമ്മളുടെ യുദ്ധം തുടരുക തന്നെ ചെയ്യും. और आज वो ये न समझ ले कि हमारे 27 नागरिकों का जान लेकर ये लड़ाई जीते हो. मैं सभी आतंक फैलाने वालों को कहना चाहता हूं कि लड़ाई का अंत नहीं है, एक मकाम है. 27 പേരുടെ ജീവനെടുത്ത ഈ യുദ്ധം ജയിച്ചുവെന്ന് രാജ്യത്തിന്റെ ശത്രുക്കൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഭീകരത പടർത്താൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണ്, അവസാനമല്ല. नरेंद्र मोदी जी के नेतृत्व में चाहे उत्तर पूर्व हो, चाहे वामपंथी उग्रवाद का क्षेत्र हो, चाहे कश्मीर पर पड़ी आतंकवाद की छाया हो, हर चीज का मजबूती के साथ हमने जवाब दिया है. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നോർത്ത് ഈസ്റ്റിലായാലും മാവോവാദികളോടായാലും കാശ്മീരിലായാലും എല്ലാവർക്കും നമ്മൾ ശക്തവും യുക്തവുമായ മറുപടി നൽകിയിട്ടുണ്ട്. और अगर कोई एक कायराना हमला कर ये समझता है कि हमारी बड़ी जीत है, तो एक बात मन से समझ लीजिए, ये नरेंद्र मोदी सरकार है, किसी को बख्शा नहीं जाएगा, किसी को बख्शा नहीं. ഈ ആക്രമണം നടത്തിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നവർ, ഇത് അവരുടെ വിജയമെന്ന് വിചാരിക്കുന്നവർ ഓർക്കണം,
നിങ്ങൾ ഓരോരുത്തരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ശിക്ഷ കൃത്യമായി കിട്ടിയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചോളൂ. इस देश की इंच इंच भूमि पर से आतंकवाद को मूल समेत उखाड़ने का हमारा संकल्प है और वो सिद्ध होकर रहे. രാജ്യത്തിന്റെ ഓരോ ഇഞ്ച് മണ്ണും നമുക്ക് വിലപ്പെട്ടതാണ്. ഈ ഓരോ ഇഞ്ച് മണ്ണിൽ നിന്നും നമ്മൾ ഭീകരവാദത്തെ അതിന്റെ വേരോടെ പിഴുതു മാറ്റുക തന്നെ ചെയ്യും. ആ ഓരോ ഇഞ്ച് ഭൂമിയും നമ്മൾ സംരക്ഷിക്കും. इस लड़ाई में न केवल 140 करोड़ भारतीय, पूरी दुनिया भारत के साथ खड़ी है. लामबंद होकर सभी दुनिया के देश एक मुश्त होकर आतंकवाद के खिलाफ ये लड़ाई में भारत की जनता के साथ खड़े हैं. और मैं फिर से संकल्प दोहराना चाहता हूं, जब तक आतंकवाद समाप्त नहीं होगा हमारी लड़ाई चालू रहेगी. और जिन लोगों ने एक कृत्य किया है उसका उचित दंड उनको निश्चित रूप से दिया जाएगा. ഈ യുദ്ധത്തിൽ നമ്മൾ 140 കോടി ജനങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ലോകത്തെ ഭീകരവാദത്തെ എതിർക്കുന്ന ഓരോ രാജ്യവും ജനങ്ങളും ഭാരതത്തോടൊപ്പമാണ്. ഭീകരത അവസാനിക്കുന്നവരെ നമ്മുടെ യുദ്ധം തുടരുക തന്നെ ചെയ്യും. ലോകം മുഴുവൻ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഈ യുദ്ധത്തിൽ നമ്മോടൊപ്പമുണ്ട്. അവർ ഒറ്റക്കെട്ടായി ഭാരതത്തിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഭീകരത അവസാനിക്കുന്നത് വരെ ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. ഈ നികൃഷ്ട കൃത്യം ചെയ്തവർക്ക് കൃത്യമായി തിരിച്ചടി സർവശക്തിയോടെയും നമ്മൾ നൽകിയിരിക്കും. हर व्यक्ति को चुन चुन कर जवाब भी मिलेगा, जवाब भी लिया जाएगा. ഇതിന് കാരണക്കാരായ ഓരോരോ വ്യക്തിയെയും തിരഞ്ഞ് ഉത്തരം നൽകിയിരിക്കും.